ഭക്ഷണം കഴിച്ചൊരു ക്ഷീണത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കാരണം നമ്മളൊക്കെ ഈ സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം ആദ്യമായാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്. 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് വാങ്ങിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം, നിങ്ങൾ പല പരിപാടികളിൽ വിളിക്കുമ്പോഴും എന്തെങ്കിലും സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടോ പലപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ആദ്യമായാണ് SLCക്ക് ശേഷം ഈ സ്കൂളിലേക്ക് വരുന്നത്. തീർച്ചയായും 2 മണിക്ക് ശേഷമുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഉള്ള ഒരു സെഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയൊരു ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മണി മാനേജ്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. തീർച്ചയായിട്ടും ഈ നമ്മളുടെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഭാഗ്യം ഉള്ള ഒരു ജനറേഷനാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ലൊരു ഈ ഒരു ടൈം, അതായത് 1980 ആ ഒരു ടൈമിനുള്ള ഒരു ജനറേഷൻ ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഭാഗ്യമുള്ളത്. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഒരു പരിധിവരെ നമ്മളുടെ ജനറേഷന് മുമ്പുള്ള ജനറേഷനെ നോക്കുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ദാരിദ്ര്യങ്ങളും, നമ്മളിപ്പം നമ്മളെ അച്ഛനും അമ്മയോടൊക്കെ ചോദിച്ചാൽ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് അത്രയൊന്നും പഠിക്കാൻ പറ്റിയില്ല, കാരണം വീട്ടിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. നമ്മളെ മുൻ ജനറേഷൻ, നമ്മുടെ അച്ഛൻ അമ്മ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറ് പഠിക്കാൻ പറ്റിയിട്ടില്ല, വീട്ടിൽ കഷ്ടപ്പാടായിരുന്നു, ഇതായിരുന്നു. പക്ഷെ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മളെ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മളെ അച്ഛനും അതൊക്കെ ഗൾഫിലൊക്കെ ആയതുകൊണ്ട് പൈസക്ക് വലിയ ടൈറ്റൊന്നും അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത് നല്ലൊരു ഇന്നത്തെ ജനറേഷനെ നോക്കുമ്പോൾ നമ്മളുടെ ജനറേഷനിൽ സൗഹൃദം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നാറാത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴായാലും കമ്പിളി സ്കൂളിൽ പഠിക്കുമ്പോഴായാലും ഒക്കെ നമ്മൾ നടന്നു വന്ന വഴികൾ അതൊക്കെ വളരെ, കാരണം നമ്മൾ നടന്നിട്ടാണ് പോകേണ്ടത്. ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെയാണ് പോവാറ്, തിരിച്ചു പോകുമ്പോൾ അങ്ങനെയാണ്. ഇന്ന് നമ്മളെ വീടിൻ്റെ മുമ്പ് നമ്മളെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്, വീടിൻ്റെ മുമ്പ് നിന്ന് കയറും തിരിച്ചു വരും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അവരിൽ സൗഹൃദം അത്രത്തോളം ഉണ്ടോ എന്നുള്ളതും സംശയമാണ്. അപ്പോൾ നമ്മളുടെ ജനറേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഭാഗ്യം ചെയ്ത ജനറേഷനാണ്. കാരണം നല്ല സൗഹൃദങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് നമ്മളിവിടെ ഇരിക്കുന്നതിൻ്റെ ഒരിതും. കാരണം ആ ഒരു സൗഹൃദത്തിൻ്റെ ഊഷ്മളത കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ഇരിക്കുന്നതും. അടുത്ത ജനറേഷന് അത്രത്തോളം ബന്ധങ്ങൾ കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. കാരണം അവരിൽ അത്രത്തോളം ഒരു ആത്മാർത്ഥതയോ, കാരണം എല്ലാം ഫോണിൽ, മൊബൈൽ ഫോണിൽ, വാട്സപ്പിലൊക്കെ ആ ബന്ധങ്ങൾ ചുരുങ്ങിയപ്പോൾ നെക്സ്റ്റ് ജനറേഷനിലൊക്കെ ആ ഒരു ബന്ധം അത്രത്തോളം ബന്ധങ്ങൾക്ക് ഊഷ്മളതയും അതൊക്കെ ഉണ്ടാവും. കാരണം എൻ്റെ മകൻ ഇപ്പം 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ ആ ഒരു സുഹൃത്തുക്കളോടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട് ഇതിലും ഒരുപാട് നല്ല ഊഷ്മളമായ ബന്ധങ്ങളാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം, മണി മാനേജ്മെന്റ് എന്നുള്ളത്. നമ്മളുടെയൊക്കെ മുത്തശ്ശിമാരോടും ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു പക്ഷെ പേരൻറ്റിങ് പോലെ തന്നെ ഇന്ന് ഒരുപാട് ഡിസ്കസ്ഡ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെയുള്ള ടോപ്പിക്. നമ്മളുടെ മുത്തശ്ശിമാർക്കൊന്നും അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മണി മാനേജ്മെന്റിനെ പറ്റിയിട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അവരെ മക്കളോട് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അവർ നമ്മളെ നോക്കും എന്നല്ലുള്ള. കാരണം നമ്മളെ മുത്തശ്ശിയൊന്നും ഒരിക്കലും ഒരു SIPയിലോ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റുകളും കാര്യങ്ങളും ഒന്നും നടത്തിയിട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കറിയാം അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരുണ്ട് കൂടെ, അവരുടെ മക്കൾ ഉണ്ടാകും, മക്കൾ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇന്ന് ജനറേഷനെ നമ്മൾ നോക്കുവാണെങ്കിൽ പലപ്പോഴും ഇതെല്ലാം നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയാണ്. ഒരു മോൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവനോടൊരു കേക്കിന്റെ പീസ് നമ്മൾ ചോദിച്ചാൽ പോലും അതുപോലും ഷെയർ ചെയ്യാൻ മടിക്കുന്ന ഒരു ജനറേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. നമ്മളൊന്ന് ചോദിക്കുന്നത് അവർ ഇത് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതുപോലും തിരിച്ചു തരാൻ മടിക്കുന്ന ഒരു ജനറേഷനിൽ ജീവിക്കുമ്പം അവർ നമ്മൾ നാളെ നോക്കുന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കില്ല. അവര് നോക്കുമോ അല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസോ ഒക്കെ ഉണ്ടാകുമ്പം അവർ നമ്മളെ നോക്കുന്നുള്ള ഒരു ബന്ധുവില്ല. അതുകൊണ്ട് തന്നെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ വേണം, അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടി കാരണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം ഈ മണി മാനേജ്മെന്റിനെ പറ്റി പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അതായത് ഒരു ടീച്ചറാണ്, കൂത്തുപറമ്പ് സ്കൂളിലൊരു ടീച്ചറാണ്. അവൾ എന്നോട്
ഒരു 2 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ ആക്റ്റീവ, ഹോണ്ട ആക്റ്റീവ എന്ന് പറയുന്ന വെഹിക്കിളിൽ ആദ്യമൊക്കെ 300 രൂപ പെട്രോൾ അടിച്ചാൽ കംപ്ലീറ്റ് ഫില്ലാവുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബൈജു ഇന്ന് 300 അല്ലടാ 350 അടിച്ചപ്പോഴാണ് അത് ഫില്ലായി. ഇന്ന് മോദി സർക്കാർ പെട്രോളിന്റെ വില ഇങ്ങനെ കൂട്ടി 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 കൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു 300 അടിച്ചിട്ടൊന്നും ശരിയായിട്ടില്ല, 350 രൂപ അടിച്ചതിന് ശേഷം മാത്രമേ ടാങ്കി. അപ്പോൾ നമുക്കറിയാം സ്ത്രീകൾക്ക് മക്കൾ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെ വണ്ടി കൂടുതൽ പെട്രോളൊക്കെ അടിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവള് ചിന്തിച്ചത് ആക്റ്റീവന്റെ ടാങ്ക് വലുതായി എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാല് പെട്രോളിന്റെ വില മോദി ഞാൻ ചോദിച്ചു എപ്പോഴാണ് നീ ലാസ്റ്റായിട്ട് പെട്രോൾ അടിച്ചതെന്ന് വെച്ചപ്പോൾ ഒരു 6-7 മാസത്തിന് മുമ്പാണ് അവൾ അടിച്ചത് ഫുൾ പെട്രോൾ. അപ്പോൾ അന്നത്തേതിനെ അപേക്ഷിച്ചിട്ട് അന്നത്തെ 300 രൂപ എന്ന് പറയുന്നത് ഇന്ന് എന്തായിട്ടുണ്ടത് 350 രൂപ ആയിട്ടുണ്ട്. അതിനെ നമ്മൾ എക്കണോമിക്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഭാഷയിൽ, കൊമേഴ്സിന്റെ ഭാഷയിൽ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയും അല്ലെ, പണപ്പെരുപ്പം. അതായത് അന്ന് നമുക്ക് 300 രൂപക്ക് അടിച്ച പെട്രോള് ഇന്ന് 350 രൂപക്ക് അടിച്ചാലേ ആവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 300ന്റെ വാല്യൂ എന്തായത് 350 350 എന്ന് പറയുന്ന രൂപയിലേക്ക് എത്തി. അതിനെ നമ്മൾ വിളിക്കും ഇൻഫ്ലേഷൻ എന്ന് വിളിക്കും. നമുക്കറിയാം നമ്മൾ പലരും, നമ്മളുടെ ഒരു സാധാരണ ജനറേഷൻ പലരും നമ്മൾ എന്താ ചെയ്യാറ്, ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ബാങ്ക് എഫ് ഡി ആണ്. നമ്മൾ എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും നമ്മൾ ബാങ്ക് എഫ് ഡിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക അല്ലെ. നിങ്ങളുടെ സേഫ് നിങ്ങൾ പറയാറ് എന്താണ് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് എഫ് ഡി തന്നെയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് ഇട്ടാലേ നമുക്കൊരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ. എഫ് ഡി പക്ഷേ നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല പഠനങ്ങളും പറയുന്നുണ്ട് എഫ് ഡി നഷ്ടത്തിലാണ് പോകുന്നത്, എഫ് ഡിയിൽ ഇട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാറുണ്ട്. കേട്ടിട്ടില്ല അങ്ങനെയൊക്കെ ന്യൂസ്? എഫ് ഡിയിൽ വലിയ കാര്യമൊന്നുമില്ല, എഫ് ഡി നഷ്ടത്തിലാണ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് എഫ് ഡി നഷ്ടത്തിലാണ് എന്ന് പറയാൻ കാരണം? എന്തായിരിക്കും ഒരു റീസൺ? കാരണം ഇത് ഇവിടെ ആയതുകൊണ്ട് ഒരു വൺമാൻ ഇതാകുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് കരുതിയാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എൻ്റെ അടുക്ക് ഒരു 1 lakh rupees ഉണ്ട് എന്ന് കരുതും. ഓക്കെ, ഞാൻ ഈ 1 ലക്ഷം രൂപ എടുത്തിട്ട് ഞാൻ കരുതുന്നു മലബാർ ഗോൾഡ് പ്രദോഷമുണ്ട്, പിന്നെ ഞാനും വർക്ക് ചെയ്ത ഒരു സ്ഥാപനമായതുകൊണ്ട് പിന്നെ മലബാർ ഗോൾഡിൽ ഞാൻ 1 ലക്ഷം രൂപ എടുത്തിട്ട് കുറച്ച് സ്വർണം വാങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പോൾ പറയുന്നു 2 പവൻ സ്വർണം, സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 lakh rupees എനിക്ക് 2 പവൻ സ്വർണം കിട്ടും എന്ന് വിചാരിക്കും. ഞാൻ വിചാരിക്കുന്നു ഏതായാലും ഇന്ന് സ്വർണം വാങ്ങണ്ട, ഞാൻ നേരെ അതിൻ്റെ അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് അത് എഫ് ഡി ആക്കി ഇടുന്നു. 1 lakh rupees ഞാൻ എഫ് ഡി ആക്കി ഇടുന്നു. അപ്പോൾ 1 ലക്ഷം രൂപ ഞാൻ എഫ് ഡി ആക്കി ഇട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആ എഫ് ഡി പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യാം, സ്വർണം വാങ്ങാം എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ആ എഫ് ഡി പൊട്ടിച്ചപ്പോൾ ഒരു 1,07,000 rupees എനിക്ക് കിട്ടുന്നു. 1,07,000 രൂപ എനിക്ക് കിട്ടുന്നു. ഈ 1,07,000 രൂപ എനിക്ക് കിട്ടി. ഞാൻ ആ മലബാർ ഗോൾഡ് പോയിട്ട്, അന്ന് ഞാൻ 1 വർഷം മുമ്പ് ഞാൻ നോക്കി വെച്ച മലബാർ ഗോൾഡ് പോയിട്ട് ഇതേ സ്വർണം ചോദിക്കുമ്പോൾ മലബാർ ഗോൾഡ് പറയും 1,07,000 പോരാ, അത് 1,10 ആയിട്ടുണ്ട്, അല്ലെ 1,12 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ 1 വർഷം മുമ്പ് എനിക്ക് 1 lakh rupees കൊണ്ട് ആ ഒരു സ്വർണം വാങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ സ്വർണം വാങ്ങുന്നതിന് പകരം അത് എഫ് ഡി ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് ഇട്ടു. അതേ ഞാൻ ഈവൻ ഓട്ടോ ചാർജ് പോലും ആ പൈസ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ നേരെ മലബാർ ഗോൾഡ് പോയിട്ട് ആദ്യം ചോദിക്കുന്നത് എനിക്ക് ആ പിന്നെ 2 പവൻ സ്വർണം അന്ന് നോക്കി വെച്ച നെക്ലേസോ മാലയോ അത് തരുവോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ആ 1,07,000 അല്ല ഇപ്പം, അല്ലെങ്കിൽ 1,12,000 പക്ഷെ അന്ന് എന്നെ സംബന്ധിച്ച് എന്തായി, 5,000 രൂപ എനിക്ക് ഷോർട്ടേജ് അവിടെ വന്നു. അത് 1 lakh rupees തന്നെയായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് 1,07,000 കിട്ടി. ഈ 1,07,000 എടുത്ത് മലബാർ ഗോൾഡ് പോകുമ്പോൾ എന്നോട് പറയുന്നു അത് നോക്കി വെച്ച സ്വർണ്ണം നിനക്ക് കിട്ടൂല, നീ എന്ത് ചെയ്യണം, ഒരു 5,000 രൂപയും കൂടി കൂടുതൽ തരണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അന്ന് ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ എഫ് ഡി എന്താണ്, നഷ്ടമാണ് അല്ലെ. അന്ന് എനിക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വർണ്ണം കിട്ടുമായിരുന്നു, 1,12,000 ആകുമായിരുന്നു. പക്ഷേ ഇന്നെന്തായി, അത് 1,07,000 നിൽക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബാങ്ക് എഫ് ഡി ഒക്കെ എന്താണ് നഷ്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, അതായത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 300 രൂപേന്റെ പെട്രോൾ ഇപ്പം അത്രയ്ക്കേ ആവുള്ളൂ, 350. അതായത് നമ്മുടെ പർച്ചേസിങ് കപ്പാസിറ്റി, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പണം വർദ്ധിക്കുന്നത്, അതായത് ഈ ബാങ്ക് എഫ് ഡിയിലൊക്കെ 7% ആണെങ്കിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നത്, ഇപ്പം എനിക്ക് തോന്നുന്നത് 8%ഓളാണ് ഇൻഫ്ലേഷൻ വരുന്നത് ആവറേജ്.
ഇതിനെ ബീറ്റ് ചെയ്യുന്ന നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ പണത്തെ വളർത്താൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ പണം എന്താണ്, തളരുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇൻഫ്ലേഷൻ ക്ലിയർ ആയോ? എന്താണ് ഇൻഫ്ലേഷൻ എന്ന് മനസ്സിലായോ? നമ്മുടെ പർച്ചേസിങ് കപ്പാസിറ്റി എന്നുള്ളത് പറയാം. ഇനി എത്ര പേര് ഡെയിലി വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കാറുണ്ട്? ആരെങ്കിലും അന്ന് കൈപൊക്കിയാൽ നന്നായിരുന്നു. അത്ര ആള് ദിവസവും വരുന്ന വരവ് ചെലവ് കണക്കുകൾ നമ്മൾ എഴുതി വെക്കാറുണ്ട്? ഇല്ല. അതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ജനുവരി 1 വരാൻ പോകുന്നത്. നമ്മൾ പല പല പ്രതിജ്ഞകളും എടുക്കുന്ന കാലമാണ് ജനുവരി 1. ഒരു ജനുവരി 10 ആകുമ്പോൾ നമ്മുടെ മനസ്സന്നെ നമ്മളോട് പറയും, എന്തിനാ നീ ഇത്ര കഷ്ടപ്പെടുന്നത്, ഇതിന് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അല്ല, നമ്മളെ മനസ്സിനും ബ്രെയിനിനും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും വലിയൊരു ഭഗവത്ഗീത പറയുന്നത് പോലെ ഏറ്റവും വലിയൊരു മിത്രവും ഏറ്റവും വലിയൊരു ശത്രുവും നീ തന്നെയാണ് നിന്റേത് എന്ന് പറയുന്നത് പോലെ നമ്മൾ പറയും എല്ലാം ഒന്ന് ശരിയാവണം എന്നൊക്കെ ചിന്തിച്ച് നമ്മളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു 4-ാമത്തെ 5-ാമത്തെ ദിവസമൊക്കെ കഴിയുമ്പോൾ മനസ്സ് പറയും, നീ എന്തിനാ മോനെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്, നീ ബുദ്ധിമുട്ടേണ്ട വല്ല കാര്യമുണ്ടോ, മറ്റവൻ എഴുതുന്നുണ്ടോ, ഇപ്പം രഞ്ജിത്ത് എഴുതുന്നുണ്ടോ, പ്രദോഷം എഴുതുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനും ചിന്തിക്കും, ഞാൻ മാത്രം എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ട് നമ്മളും ചെയ്യും, നമ്മളും പഴയ നിലയിലേക്ക് തന്നെ കൊണ്ടുപോകും. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് സൈക്കോളജി ഒക്കെ പറയുന്നത് നമ്മൾ ഒരു സാധനം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ശീലമാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മണി മാനേജ്മെന്റിന്റെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മളുടെ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം എന്നാണ് ഫസ്റ്റ് പറയുന്നത്. കാരണം ആണുങ്ങൾ നന്നായാലേ ഒരാൾ മാത്രമേ നന്നാവുന്നുള്ളൂ. സ്ത്രീകൾ നന്നായാൽ ഒരു ഫാമിലിയാണ് നന്നാകുന്നത് എന്നുള്ളതും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആണുങ്ങൾ നന്നാകുമ്പോൾ എന്തേ ചെയ്യുന്നുള്ളൂ, നമ്മൾ മാത്രമേ നന്നാവുന്നുള്ളൂ അല്ലെ. നമ്മൾ മാത്രം നന്നായിട്ട് വല്ല കാര്യമുണ്ടോ? സ്ത്രീകൾ നന്നായാൽ ആ ഒരു കുടുംബം നന്നായി എന്നാണ് പറയാറ്. അപ്പൊ സ്ത്രീകളാണ് മാക്സിമം നോക്കേണ്ടതെന്ന് ഞാൻ പറയുന്നു. അപ്പൊ നമ്മൾ വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കുമ്പോൾ ആദ്യമൊക്കെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാനൊക്കെ ആദ്യം ഈ വരവ് ചെലവ് കണക്കൊക്കെ എഴുതി വെക്കുമ്പോൾ ഞാനൊക്കെ നേരിട്ട്, നിങ്ങളും ചിലപ്പോൾ അത് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാകും. ഒരുപാട് മണി മാനേജ്മെന്റിന്റെ ക്ലാസ് ഒക്കെ കേട്ട സ്ഥിതിക്ക് എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും. ഈ സാധനം പകുതിക്ക് ഇത് ഒഴിവാക്കിയതാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എപ്പോഴും രാത്രിയാകുമ്പോൾ ഈ സാധനം ഒന്ന് മുട്ടൂല, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ഭാഷ പറഞ്ഞ ടാലി ആവൂല. ഈ സാധനം ടാലി ആവില്ല എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ എല്ലാ വരവ് ചെലവ് കണക്ക് എഴുതി വെച്ചിട്ട് സപ്പോസ് എന്റെ എന്റെ കൈമിൽ ഇത് ബാലൻസ് ഒരു 150 രൂപ ഉണ്ടാകണമെന്ന് കരുത്. എത്ര നോക്കിയാൽ ഈ 150 രൂപ ടാലി ആവില്ല. ചിലപ്പോൾ 130 ആയിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ എത്ര എഴുതി വെച്ചാലും നമുക്കത് ടാലി ആവില്ല. അപ്പൊ നമ്മളൊരു 3-4 ദിവസം കഴിയുമ്പോൾ പറയും, എഴുതിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതൊന്നും ടാലി ഒന്നും ആവുന്നില്ല, പിന്നെ എന്തിനാ ഇത് എഴുതാൻ നിൽക്കുന്നേ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ആ സമയം കൂടി കളയണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ ഇതാക്കും. പക്ഷേ ഒന്ന് നിങ്ങൾ ഈ ക്ലാസ്സിനെ കൊണ്ട് ഞാൻ പറയുന്നത്, ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും, പൈസനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ 50% നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്നർത്ഥം. കാരണം പൈസ കൺട്രോൾ ആയാൽ, നമ്മളിപ്പം വരവ് ചെലവ് കണക്കുകൾ അതൊക്കെ എഴുതി വെക്കുമ്പോൾ, ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നല്ല ഒരു ചായ കുടിശീലം വല്ലാണ്ട് ഉള്ളൊരു വ്യക്തിയാണ്. ഒരു 4-5 മാറൊക്കെ ചായയൊക്കെ നന്നായി കുടിക്കും. അപ്പൊ ഇതൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി നോക്കുമ്പോഴാണ് മനസ്സിലായത് ചായക്ക് വല്ലാണ്ട്, ചായ കുടിക്കുമ്പോൾ എന്താണ്, എന്തെങ്കിലും സ്നാക്സും കഴിക്കും, അതും കഴിക്കും, രണ്ടും ഹെൽത്തിന് പ്രശ്നമാണ്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം എഴുതി വെച്ച് ഇതിന്റെ ഒരു കണക്കൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുക അനാവശ്യമായിട്ട് ഒരുപാട് ചെലവുകൾ നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതൊരു കൺട്രോളിലേക്ക് ജീവിതത്തിൽ പോകും. അപ്പൊ സമ്പത്തിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തിലേക്കും പോകും, നമ്മളെ സ്വഭാവങ്ങളെയും കുറെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ കഴിയുമെങ്കിൽ വരവ് ചെലവ് കണക്കുകളൊക്കെ ഒന്ന് എഴുതി വെക്കാൻ നോക്കുക. ഇപ്പം ഒരു കമ്പനീന്റെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, പറ്റുമെങ്കിലും മനോരമന്റെ സമ്പാദ്യം എന്ന് പറയുന്ന ഒരു ഏറ്റവും നല്ല പേഴ്സണൽ ഫിനാൻസ് മാഗസീനാണ് മലയാളത്തിൽ ഇറങ്ങുന്നത്. അത് വായിക്കാൻ നോക്കുക. ഇപ്പം അത് രജിസ്റ്റർ ചെയ്താൽ അവരൊരു ഡയറിയും കൂടി തരും. ഡയറി ഫ്രീ ആണ്. ആ ഡയറിയിൽ നിങ്ങൾക്ക് വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കണ്ടേ. ഓരോ ഹെഡ് വൈസ് ഉണ്ട്. പാലിന് എത്ര ചെലവാക്കി, അല്ലെ പലചരക്കിന് എത്ര ചെലവാക്കി, അങ്ങനെ ഹെഡ് വൈസ് അതൊരു ഡയറി തരും. ഈ ഒരു ഡിസംബർ 31 മനോരമ ഏജൻസിയുമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ സമ്പാദ്യം കിട്ടും. അതേപോലെ ഒരു ഡയറിയും അവർ തരും. ആ ഡയറി വളരെ യൂസ്ഫുൾ ആണ്. പറ്റുമെങ്കിൽ അതൊന്ന് പരീക്ഷിക്കുക. ചിലപ്പോൾ നമ്മൾ ചെയ്യാറുള്ള വേറൊരു പ്രശ്നം, 2-3 ദിവസം എഴുതും,
പിന്നെ ഒരു 2 ദിവസം ഗ്യാപ്പ് ആയാലും ആ 2 ദിവസം വിട്ടില്ല ഇനി മതി എന്ന് പറഞ്ഞിട്ട് അതങ്ങ് കണ്ടിന്യൂ. അതല്ല, നിങ്ങൾ വിട്ടതായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സമ്പത്തിനെ നിങ്ങൾ ആദ്യം നിങ്ങൾ വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിൽ, അതായത് ജീവിതത്തിന്റെ മറ്റുള്ള കാര്യങ്ങളിലും നമ്മൾ ഡിസിപ്ലിൻ ആകും, നമ്മളൊരു അച്ചടക്കം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ എത്ര ആൾ തുടങ്ങുന്നത് ഉറപ്പാണോ? അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും നടുക്കൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മളൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അല്ലാണ്ട് നമ്മൾ കുറെ കാലം ഗ്യാപ്പായി തുടങ്ങണ്ടെന്ന് പറയുന്നതിന് പകരം നമ്മൾ ചെയ്യാം. ഇനി രണ്ടാമത്, വരവ് ചെലവ് കണക്കുകളൊക്കെ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അസറ്റ് ലാബിലിറ്റി, ഇതിനെ രണ്ടിനെയും നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കഴിവ് മീൻസ് അത് നമ്മൾ അക്കൗണ്ടന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഇതിനെല്ലാം ഒരു വല്ലാതൊരു കോമേഴ്സ് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ബികോം കോമേഴ്സ് ആ ഒരു ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാം. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ. അപ്പോൾ ഈ കൊമേഴ്സ് പഠിച്ച ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഇവരെപ്പോഴും അക്കൗണ്ടിങ്ങിന്റെ ഡെബിറ്റ്, ക്രെഡിറ്റ്, അസറ്റ്, ലാബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പൊതുവെ സാധാരണക്കാര എടുക്കുന്നുണ്ട് നമ്മളൊന്ന് അകന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലാവില്ല എന്നുള്ള ഭാഷയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഓരോ ചെലവുകളും നടത്തുമ്പോൾ ഇത് നമ്മൾ അസറ്റിലാണോ ചെലവാക്കുന്നത് അല്ലെങ്കിൽ ബാധ്യതയാണോ നമ്മൾ വരുത്തി വെക്കുന്നത് എന്നുള്ള ഒരു മിനിമം ബോധം നമ്മൾ ഉണ്ടാകണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം പ്രദോഷിന് ഒരു വീടുണ്ട്, പ്രദോഷിന്റെ അടുക്ക് ഒരു എക്സ്ട്രാ പൈസ കൊണ്ട് പ്രദോഷ് എന്ത് ചെയ്യുന്നു, കമ്പില് വേറൊരു വീടും കൂടി എടുക്കുന്നു. ഇപ്പൊ കൊളച്ചേരി അവനൊരു വീടുണ്ട്, അവനൊരു കാര്യം ചെയ്യുന്നു, അവന് പൈസ കുറച്ച് മലബാറിന്നൊക്കെ നല്ല പൈസ ഒക്കെ കിട്ടുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, കമ്പില് വേറൊരു വീടും കൂടി എടുത്ത് അത് വാടകക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇത് കണ്ടപ്പോ അപ്പൊ പ്രദോഷിനെ സംബന്ധിച്ച് എന്തായി, 2 വീടായി. അപ്പൊ പ്രദോഷിന് കമ്പിലുള്ള വീട്ടിൽ നിന്ന് വാടക കിട്ടുന്നതിനെ സംബന്ധിച്ച് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണം കൊണ്ടുതരുന്ന എന്തിനേയും നമുക്ക് അസറ്റ് എന്ന് വിളിക്കാം. നമുക്ക് പണം കൊണ്ടുതരുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം, അസറ്റ് എന്ന് വിളിക്കാം. അപ്പൊ പ്രദോഷിനെ സംബന്ധിച്ച് ഈ വീട് എന്താണ്, അസറ്റാണ്. കാരണം ആ പ്രദോഷിന് ആ വീട് ഉള്ളത് കൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് വാടക കിട്ടുന്നുണ്ട് അല്ലെ. ആ വീട്ടിൽ നിന്ന് വാടക കിട്ടുന്നത് കൊണ്ട് പ്രദോഷിനെ സംബന്ധിച്ച് എന്താണ്, ആ വീട് എന്ന് പറയുന്നത് അസറ്റാണ്. വരുമാനം നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനെ നമുക്ക് അസറ്റ് എന്ന് വിളിക്കാം. ഇനി പ്രദോഷിന് 2 വീട് കിട്ടിയിട്ട് എൻ്റെ വൈഫ് പറയും, നോക്ക് നിങ്ങളെപ്പുറം പഠിച്ച ചങ്ങായിയല്ലോ 2 വീടെല്ലാം എടുത്ത് നിങ്ങൾ എന്ത് മനുഷ്യനാന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ട് ഒരു വീട് കമ്പനി വെക്കുന്നു. ഓക്കെ, അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വാങ്ങാനുള്ള പൈസ ഇല്ല, ഞാൻ ലോണും കാര്യങ്ങളും എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വീട് പണിത് അതിനിപ്പോ സപ്പോസ് 6000 രൂപയാണ് വാടകയെങ്കിൽ അതിന് 13000 രൂപ എനിക്ക് മന്ത്ലി EMI കൊടുക്കണം എന്ന് കരുതുന്നത്. ലോണാണല്ലോ, 13000 എനിക്ക് EMI കൊടുക്കണം. ഈ വീട് എന്നെ സംബന്ധിച്ച് എന്താണ്, ലാബിലിറ്റി, ബാധ്യതയാണ് അല്ലെ. പ്രദോഷിനെ സംബന്ധിച്ച് ആ വീട് അസറ്റ് ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ആ വീട് എന്താണ്, ബാധ്യതയാണെന്ന് പറയാം. അപ്പൊ നമ്മൾ മിക്കവാറും ചെയ്യാറ് എന്താണ്, നമ്മൾ അധികവും ലാബിലിറ്റി അല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറ്. അതായത് മറ്റുള്ളവന് അതുണ്ട് ഇതുണ്ട്, നമുക്ക് ചിലപ്പോൾ കാറൊന്നും വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. കാറ് ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ കാറൊക്കെ എടുത്ത് പോകുന്നുണ്ടാവും. എങ്കിലും നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവനൊക്കെ കാറുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യും, ലോൺ കൊടുത്തിട്ട് കാറ് വാങ്ങും, ബാധ്യതകൾ കൂട്ടും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് നമ്മൾ അസറ്റിലേക്കാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് നമ്മൾ ബാധ്യതകളാണോ നമ്മൾ കൂട്ടുന്നത് എന്നുള്ളൊരു ചിന്താഗതിയോടെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചെലവ് അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? നമ്മളെന്താ ചെയ്യാറ്, നമ്മൾ മറ്റുള്ളവരൊക്കെ നോക്കി അവർക്കൊക്കെ കാറും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കൊടുക്കാം കാറും, അത് ലോണാണെങ്കിൽ ലോണ്. പിന്നെ എൻ്റെ ഭാര്യ സ്ഥിരമായിട്ട് പറയുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത് സ്ഥിരമായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പറ്റുമെങ്കിൽ തലയണ മന്ത്രം എന്ന് പറയുന്ന സിനിമയൊക്കെ കാണുമ്പോൾ മനസ്സിലാകും ഒരു മനുഷ്യൻ പിന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട്, സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം ഇല്ലാത്തത് കൊണ്ട് എത്രത്തോളം പ്രശ്നമാകും എന്ന് മനസ്സിലാകുന്ന സിനിമകളൊക്കെയാണ് അതൊക്കെ. അതായത് നമ്മൾ അസറ്റിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്, അല്ലാതെ ബാധ്യതകളല്ല കൂട്ടേണ്ടത് എന്നുള്ളത്. ഇനി നിങ്ങളൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതായിരിക്കും. ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഷോപ്പിംഗ് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്താണോ കാണുന്നത് അതാണോ വാങ്ങാറ്? എങ്ങനെയാണ് നമ്മളുടെ ഒരു ഷോപ്പിംഗ് രീതി? ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നവർ എത്ര ആളുണ്ട്? ഒന്ന് കൈവക്കാമോ? ഗുഡ്, അതിൽ മാത്രമേ വാങ്ങുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ നമ്മള് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു മാസമെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഷോപ്പിംഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, എന്തൊക്കെ ഇന്ന് വാങ്ങണം,
എന്നുള്ളത്. അത് പ്രകാരം മാത്രമേ ഞാൻ വാങ്ങുള്ളൂ എന്നുള്ള ഒരു നിശ്ചയത്തോടെ നമ്മൾ പോയി അത് നമ്മളൊരു ശീലമാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് കുറെ അച്ചടക്കം. അല്ലാണ്ട് അവിടെ അത് കാണുന്നു ഇത് കാണുന്നു എന്നൊക്കെ കണ്ട് അതൊക്കെ എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെ ആയിരിക്കും അത് കാണുന്നത്. പക്ഷെ നമ്മളൊരു ഷോപ്പിംഗ് ലിസ്റ്റ് പ്രകാരമേ നമ്മൾ വാങ്ങുള്ളൂ എന്നൊക്കെയുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടാണ് നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ഫൈനാൻസിന്റെ ചെലവിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ ഒന്ന് പരീക്ഷിക്കുക. നോക്കൂ, ഇനി ഷോപ്പിംഗ് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോവോ? ഉറപ്പാണ്. ആണുങ്ങൾക്ക് പ്രശ്നമില്ല, നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനാണ് വലിയൊരു പേടി. ഓക്കെ, പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. കാരണം എറണാകുളം താമസിക്കുമ്പോൾ എല്ലാ ഞായറാഴ്ചയും ഭാര്യ പറയും നമുക്ക് ലുലു മാളിലേക്ക് ഒന്ന് പോവാന്ന് പറയും. പക്ഷെ അത് പറയുന്ന കേൾക്കുമ്പോ പേടിയാ, ഇനി എന്താണ് വാങ്ങാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയും തിരക്കല്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കഴിയുന്നതും എന്ത് ചെയ്യും, അത് നിരുത്സാഹപ്പെടുത്തും പോകാതിരിക്കാൻ. കാരണം നമുക്ക് ഈ ലുലു മാളിലൊക്കെ പോയി അരമണിക്കൂറൊക്കെ നിൽക്കുന്നത് ഭയങ്കര പ്രശ്നമുള്ളൊരു കേസാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഷോപ്പിംഗ് ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് എങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മളുടെ ചെലവുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ എന്തെങ്കിലും ഒന്ന് വാങ്ങണം എന്ന് നമുക്ക് തോന്നിയാൽ ഒരു ദിവസത്തെ സമയം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം പിന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള പലതും നമ്മളെ ടെംപ്റ്റേഷൻസ് ഉണ്ടാക്കും കുറേ, അല്ലെ? നമുക്ക് വേണ്ട സാധനം ഇതാ പോപ്പപ്പ് ഇത് വരും, ഇത് വാങ്ങാം, അത് വാങ്ങാം, ഇത് വാങ്ങാം. അപ്പൊ അങ്ങനെ വാങ്ങുമ്പോൾ തന്നെ അപ്പടന്നെ ഓർഡർ കൊടുക്കുന്ന ആളുണ്ടാവും. അങ്ങനെ ഓർഡർ കൊടുക്കാൻ പാടില്ല. ഒരു ദിവസത്തേക്ക് കൂടി സമയം കൊടുക്കുക. ഇപ്പൊ ഇന്ന് ഉച്ചക്ക് എനിക്ക് അത് വാങ്ങണം എന്ന് തോന്നിയാല് ഞാൻ നാളെ ഉച്ച വരെ എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് വാങ്ങണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങും എന്നുള്ളത് വെച്ച് നാളെ ഉച്ചക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോട്ടോ. അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് അത് ആത്മാർത്ഥമായി വേണം എന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് തോന്നിയപ്പാട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് പലതും അറിയാം. നമ്മൾ വാങ്ങിയ അത്ര വീട്ടിൽ ഒരുപാട് ഗ്ലാസും കാര്യങ്ങളും ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ, ഒരുപാട് ഉപയോഗിക്കാത്ത കുറെ പാത്രങ്ങള്, കുറെ ഗ്ലാസുകൾ എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്, അമ്മ ഈ ഗ്ലാസ് ഉപയോഗിച്ചുകൂടെ, നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി കുറെ ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ. അമ്മ പറയില്ല മോനെ, അത് ആരെങ്കിലും വന്നാൽ കൊടുക്കാനാണ്. ആ അതിഥി ഇന്നേ വരെ എന്റെ വീട്ടിൽ വന്നിട്ടുമില്ല. കാരണം ആ ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ മാത്രം വരുന്ന ആരും വീട്ടിലേക്ക് വന്നിട്ടുമില്ല. പക്ഷെ അതൊന്നും ഇന്നേ വരെ ഇത് ചെയ്തിട്ടുമില്ല. നമ്മൾ എന്നാലും നമ്മൾ എന്ത് ചെയ്യും, പുതിയ പാത്രങ്ങൾ വന്നാല്, പുതിയ ഗ്ലാസുകൾ, പുതിയത് നമ്മളെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ തന്നെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മനസ്സിലാകും ഉപയോഗിക്കാതെ എത്രയോ സാധനങ്ങൾ നമ്മളെ വീട്ടിലുണ്ട് എന്നുള്ളത്, അല്ലെ? അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. നമുക്ക് വാങ്ങാനുള്ള വല്ല ടെംപ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് നോക്കുക, ഇത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്, ആവശ്യമാണ്. ഒരു ദിവസത്തെ സമയം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഒരു ദിവസത്തെ സമയം കൊടുത്തിട്ടും നിങ്ങൾക്ക് തോന്നുന്നു അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് വാങ്ങണം. നിങ്ങളുടെ ആവശ്യമായിരിക്കും അത്. മിക്കപ്പോഴും നമുക്ക് ഒരു ദിവസം കഴിയുമ്പോൾ ഏതാണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, വേണ്ട എന്ന് പറഞ്ഞിട്ട് മിക്ക ഒരു 70% നമ്മളത് വാങ്ങൂല. ഉടനടി നമ്മൾ തീരുമാനമെടുക്കാണ്ട് ചില കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിവസത്തെ സമയം 24 മണിക്കൂർ സമയം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി മണി മാനേജ്മെന്റിനെ പറ്റി പറയുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ഗോൾ. കാരണം എനിക്കറിയാം 2 കാര്യങ്ങൾ നമുക്ക് പൊതുവെ ഡിസ്കസ് ചെയ്യാൻ മടിയാണ്. ഒന്ന് ഫൈനാൻസും ഒന്ന് ഹെൽത്തും. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കുറച്ച് മടിയുള്ള കേസമാണ്. നമ്മൾ തന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ ഗോൾ എന്താണ് നമ്മൾ ഇവിടെ എത്രയൊക്കെ അറിയാം. നമുക്ക് ഒരു മാസം അത്ര ചെലവുണ്ട് എന്ന് കറക്റ്റായിട്ട് അറിയുന്നവർ വളരെ കുറവായിരിക്കും. അറിയാം, അത്രയൊക്കെ അറിയാം. എൻ്റെ വീട്ടിൽ കഴിഞ്ഞ 3 മാസമായിട്ട് ഇത്രയാണ് ചെലവെന്ന് ഉള്ള വളരെ ക്ലിയർ ആയിട്ട് കണക്കുള്ള എത്ര ആളുണ്ട്? ഒന്ന് കൈവക്കാമോ? ഉണ്ടോ? ഗുഡ്. ഓക്കെ, അപ്പൊ അതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെയുള്ള ചെലവുകളൊക്കെ നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. കണ്ടിജൻസി ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ മിനിമം നിങ്ങളുടെ 6 മാസത്തെ ചെലവിന്റെ ഒരു ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. 6 മാസത്തെ. നമുക്കറിയാം കോവിഡിന്റെ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ജോലിയും കാര്യങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ട്, അല്ലെ? അപ്പോൾ കോവിഡിന്റെ സമയത്ത് ജോലിയൊക്കെ നഷ്ടമാകുമ്പോൾ പെട്ടെന്ന് ജോലിയൊക്കെ പോകുമ്പോൾ ഒരുപാട് മക്കളുടെ സ്കൂൾ ഫീസ്, ട്യൂഷൻ ഫീസ് ഇതൊക്കെ നമ്മൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചെലവ് എത്രയാണെന്ന് കണ്ടിട്ട് മിനിമം ഒരു 6 മാസത്തെ ചെലവിനുള്ള ഫണ്ടെങ്കിലും നമ്മൾ വേറെ എവിടെയെങ്കിലും നമ്മൾ മാറ്റി വെക്കണം എന്നാണ് പറയാറ്. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഒന്നത് എടുക്കാൻ വേണ്ടി അതിന് കഴിയുന്നതും ബാങ്കിന്റെ ATM-ഉം
മൊബൈൽ ബാങ്കിങ്ങും ഗൂഗിൾ പേ ഒന്നും ഇല്ലാതെ ഒരു അക്കൗണ്ട് ആക്കാൻ നോക്കുക. കാരണം അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് മാറ്റി വെച്ചാലും ഗൂഗിൾ പേ വഴി അത് പേയ്മെന്റ് നടത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കഴിയുന്നതും ഒരു 6 മാസത്തെ നമ്മളെ ചെലവിന്റെ പൈസ, അല്ലെങ്കിൽ 6 മാസം ഒന്നും ഇല്ലെങ്കിലും മിനിമം ഒരു 3 മാസത്തെ ചെലവിന്റെ പൈസ എങ്കിലും നമ്മൾ എവിടെയെങ്കിലും റിസർവ് ആക്കിയിട്ട് മാറ്റി വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്തെങ്കിലും ഇഷ്യൂസോ ഫൈനാൻഷ്യൽ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കണ്ടിജൻസി ഫണ്ടൊക്കെ നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ വാങ്ങുന്നത് അസറ്റിലേക്കാണോ ബാധ്യതയിലേക്കാണോ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ഇനി ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ആടുന്നാണ് ഞാൻ കുറച്ച് അങ്ങോട്ടേക്കൊക്കെ പോയത്. എന്താണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്? അത് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നെ സംബന്ധിച്ച് വലിയ ആർഭാടവും കാര്യമൊന്നും ഇല്ല. എന്നെ സംബന്ധിച്ച് എനിക്കൊരു 40,000 രൂപ എനിക്കൊരു മാസത്തെ ചെലവുണ്ടെങ്കിൽ, അതായത് വലിയ എക്സ്പെൻസും കാര്യങ്ങളും സാധാരണ വലിയ ഹൈഫൈ ജീവിതമൊന്നുമല്ല എങ്കിൽ പോലും എനിക്കൊരു 40,000 റുപ്പീസ് എൻ്റെ ഒരു മാസം എനിക്ക് ചെലവുണ്ടെങ്കിൽ, ഇന്ന് എൻ്റെ വയസ്സ് 42 ആണെങ്കിൽ നമുക്ക് എപ്പോഴും ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരു ലിമിറ്റ് ഉണ്ടല്ലേ ജോലി ചെയ്യുന്നതിന്. 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്താകും, സ്റ്റോപ്പൊക്കെ ജോലിയൊക്കെ ഇതാകും. പക്ഷേ നമ്മുടെ ചെലവ് മാറുന്നുണ്ടോ? ചെലവ് അങ്ങനെ ഉണ്ടാവും. ഈ 40,000 ആയിരിക്കും 20 വർഷം കഴിഞ്ഞാലൊക്കെ എത്ര ഉണ്ടാവും ചെലവ്? ഈ 40,000 ചിലപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ മാറിയിട്ടുണ്ടാവും. അതിന്റെ കൂടെ മെഡിക്കൽ ചെലവും കൂടും അല്ലെ? വയസ്സാകുന്നതിന് മെഡിക്കലിന്റെ ചെലവും കൂടും. അപ്പൊ അന്നത്തെ സംബന്ധിച്ച് ചിലപ്പോൾ ഇന്നത്തെ 40,000 എന്ന് പറയുന്നത് ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ഈ ചെലവ് മാറിയിട്ടുണ്ടാകാം. ഓക്കെ, നമ്മളുടെ മക്കള് നമ്മളെ നോക്കുന്ന വല്ല പ്രതീക്ഷയുണ്ടോ? ഉണ്ടോ? നമ്മളെ മക്കള് നമ്മളെ ഒരു വയസ്സൊക്കെ ആയിട്ടാകുമ്പോൾ അവര് വന്നിട്ട് നമ്മളെ നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേക്കിന്റെ പീസ് ചോദിച്ചാൽ ഇപ്പം തരാറുണ്ടോ? ചോദിച്ചാൽ പറയും ഇല്ല, അച്ഛന് തരില്ല എന്നുള്ള അങ്ങനെയുള്ള ഒരു കുട്ടികൾ ഉണ്ടാകുമ്പോൾ, കാരണം ഇന്ന് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടും കൂടിയാണ് അത്. ഷെയറിംഗ് മെന്റാലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ നോക്കാൻ ആരും ഉണ്ടാവണമെന്നും ഇല്ല. കാരണം നമ്മളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റൂ. അപ്പോ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ചെലവുകൾ എത്രയാണെന്ന് നോക്കുക. അതൊരു 20 വർഷം കഴിഞ്ഞ് നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ 40,000 ചിലപ്പോ 1.5 ലക്ഷം രൂപയൊക്കെ ആയിട്ടുണ്ടാകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 1.5 ലക്ഷം രൂപ നമുക്ക് കിട്ടാനുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ പറയാറുണ്ട്, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ നമ്മൾ ചെറിയൊരു ഫണ്ടിലേക്ക്, ഇപ്പം SIP പോലുള്ള SIP അറിയോ? SIP അറിയുന്ന എത്ര ആളുണ്ട്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അറിയുന്ന എത്ര ആളുണ്ട്? SIP എന്നുള്ള കേട്ടിട്ടുണ്ടോ? വേർഡ് അറിയാം? കേട്ടില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? SIP പോലുള്ളതിൽ, കാരണം SIP-നെ ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം SIP-ന്റെ 30 വർഷത്തെ പഠന റിപ്പോർട്ട് പ്രകാരം അതൊരു 12% കുറവ് റിട്ടേൺ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ 12% കുറവ് റിട്ടേൺ കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ ഇൻഫ്ലേഷൻ നമ്മൾ പറഞ്ഞു 8% ആണ് വരുന്നത് എങ്കിൽ SIP-ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 12% നമുക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ പണം എന്ത് ചെയ്യും? തീർച്ചയായിട്ടും വളരും. അപ്പോൾ തീർച്ചയായും SIP പോലുള്ളതിൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ 1.5 ലക്ഷം റുപ്യൊക്കെ നമുക്ക് 60 വയസ്സൊക്കെ കഴിഞ്ഞ് ചെലവൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ വെച്ച് കോർപ്പസ് ഫണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് SWP എന്ന് പറഞ്ഞ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളിത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ വിഡ്രോവൽ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മളുടെ സാമ്പത്തിക പ്രശ്നം, അതായത് നമുക്ക് ജോലി ഇല്ലാത്ത സമയത്ത് നമുക്കിതൊരു വലിയ ഒരു തണലാകും. അതിനാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാം. ഇന്ന് തന്നെ നല്ല എക്സ്പേർട്ടുകളായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറൊക്കെ പോയി മീറ്റ് ചെയ്ത് നല്ല റിട്ടേണുകൾ കിട്ടുന്ന പൈസയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് വലിയൊരു ഗുണം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ മാറ്റുക. ഇനി സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും രണ്ടും ഒന്നാണോ അല്ലെ രണ്ടും രണ്ടാണോ? എന്താണ് അഭിപ്രായം? സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും രണ്ടും രണ്ടാണോ അല്ലെ രണ്ടും ഒന്നാണോ? രണ്ടും രണ്ടാണോ? അതായത് ഇപ്പൊ ഞാൻ എൻ്റെ SB അക്കൗണ്ടിൽ
പൈസയുള്ളത് അത് സേവിങ്സ് ആണ്. അതിന് വലിയ ഇതൊന്നും കിട്ടൂല, അല്ല ഇൻട്രസ്റ്റ് ഒന്നും കിട്ടൂല, വളരെ നോർമൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റേ കിട്ടുള്ളൂ. പക്ഷെ ഞാനത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുമ്പോൾ, ഇപ്പം മ്യൂച്വൽ ഫണ്ട്, അതിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുമ്പോൾ എനിക്ക് നല്ല റിട്ടേൺസുകളാണ് കിട്ടുക. തീർച്ചയായിട്ടും അതിന് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ സേവിങ്സ് മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴേ തീർച്ചയായിട്ടും നമ്മളെ പണം എന്താവുള്ളൂ. അതായത് നമുക്കൊരു 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ, 100 രൂപ നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ അതിൽ 50 രൂപ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചെലവുകളും കാര്യങ്ങളും, നമ്മളുടെ മറ്റുള്ള വീട്ടിലെ ചെലവ്, മക്കളുടെ ട്യൂഷൻ ഫീസ്, അത് ഇതിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. 30% നമ്മളുടെ EMI മറ്റുള്ള കാര്യങ്ങളിലേക്ക് 30% പോകാൻ വേണ്ടി പാടുള്ളൂ. 20% നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്കായാലും മറ്റുള്ളതിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇത് നമ്മളെ ചെലവും വരവ് ചെലവ് കണക്കുകളൊക്കെ എഴുതി വെച്ചിട്ട് 50-30-20 എന്നുള്ള റൂള് ആക്റ്റീവ് ആകുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതായത് 50% കൂടുതൽ നമ്മളെ ചെലവുകൾ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ 30% കൂടുതൽ നമ്മളുടെ EMI പോകുന്നുണ്ടോ എന്നും കൂടി നോക്കണം. നമ്മളെ ലോണും അതൊക്കെ നമ്മൾ എടുത്താൽ അത് 30% കൂടുതൽ പോകുന്നുണ്ടോ എന്ന് നോക്കണം. 20%, മിനിമം 20% നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വെക്കണം എന്നാണ് പറഞ്ഞത്. എങ്കിൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ 50, 30, 20 എന്നുള്ള ഫോമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സമ്പത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻസിനെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറ്റില്ല. നിങ്ങൾക്കൊരു 60 വയസ്സ് കഴിയുമ്പോഴൊക്കെ നമുക്ക് വലിയൊരു സമ്പത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഫോർമുലയായിട്ടൊക്കെ ചെയ്യാം. അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മളോട് പറയാറ്, സമ്പത്ത് എന്ന് പറയുന്നത് ഒരു മാനസികമായ ഒരു ഇതും കൂടിയാണെന്ന് തോന്നാറുണ്ട്. സമ്പന്നത മനസ്സിലാണ് വരേണ്ടതെന്ന് പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും സുഖമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പേടിയാണ് സുഖമാണ് എന്ന് പറയാൻ. കാരണം സുഖമാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കണ്ടുകൊള്ളുമോ എന്നാലുള്ളൊരു പേടിയാണ്. നമ്മളെപ്പോഴും പറയാറ് സുഖമില്ല, കുറച്ച് കഷ്ടപ്പാടാണ് എന്നൊക്കെ പറയാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം, അല്ലെ? നല്ല സുഖമായിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര പൈസയുണ്ട്, ഞാൻ സമ്പന്നനാണ്, സമൃദ്ധിയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. ഇനി ഇത് പറഞ്ഞിട്ട് ഈ പണ്ടാരക്കാലം കണ്ടുകൊണ്ടിട്ട് നാളെ കംപ്ലീറ്റ് കഷ്ടപ്പാടാവോ എന്നാലുള്ള പേടിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറ് എനിക്ക് ഭയങ്കര ദാരിദ്ര്യമാണ്, പൈസ ഇല്ല. ഒരു 100 രൂപ ആരോടെങ്കിലും ചോദിച്ചാൽ പറയും ഒരു 10 മിനിറ്റ് മുമ്പാണ് നീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരായിരുന്നു, ഇപ്പോഴാണ് ഒരാൾക്ക് കൊടുത്തത്. കാരണം നമുക്ക് പേടിയാണ് നമ്മളെടുക്കുക പൈസ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി. കാരണം നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ്. നമ്മൾ പൈസ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ എന്നാ പഠിപ്പിക്കാറ്, പൈസ ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ പറയാറ് മോനെ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണം, അച്ഛൻ്റെ ജോലിയില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൂക്കേട് വന്നാൽ പൈസ വേണ്ടേ എന്നുള്ളത് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, നമ്മൾ എന്തെങ്കിലും ഇതാക്കാറ്. പക്ഷെ ഒരിക്കലും നമ്മൾ അവരോട് പറയാറില്ല നമുക്ക് ഓണം ആഘോഷിക്കേണ്ട അല്ലെ വിഷു ആഘോഷിക്കേണ്ട എന്നൊക്കെ പറയാൻ നമുക്ക് പേടിയാ. പൈസനെ നമുക്ക് എപ്പോഴും നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാനാണ് കൂടുതൽ നമുക്ക് താല്പര്യം എന്ന് തോന്നാറുണ്ട്. നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. എന്തെങ്കിലും പൈസ ഉണ്ടോ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ തീരില്ല എന്നൊക്കെ പറയാനാണ് നമുക്ക് താല്പര്യം കൂടുതൽ. അതൊക്കെ ഒന്ന് മാറ്റണം. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക, ഞാൻ സമ്പന്നനാണ്, ഞാൻ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ നമ്മളോട് തന്നെ പറയുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള സൈക്കോളജി തിയറീസ് ഒക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സമ്പന്നനാണ്, എനിക്ക് ഒരുപാട് പൈസയുണ്ട്, ഞാൻ ആരോഗ്യവാനാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മക്കളോട് നമ്മളിത് പറഞ്ഞ് പഠിപ്പിക്കുക. ദാരിദ്ര്യം പറയുന്നതിന് പകരം അല്ലെ, അവരെന്തെങ്കിലും വാങ്ങിത്തരാൻ വേണ്ടി പറയുമ്പോൾ ഈ അച്ഛൻ്റെ അടുത്ത് എത്രയൊന്നും പൈസയില്ല മോനെ, നിനക്കറിയില്ലേ, മറ്റവനെ വാങ്ങുന്ന പോലെയല്ല, ഓൻ വലിയ പണക്കാരൻ്റെ മോനല്ലേ, നമ്മൾ ഇങ്ങനെ അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് നമ്മൾ അവരുടെ മനസ്സിലും ഒരു ദാരിദ്ര്യ മനസ്സിന്റെ, അതായത് സമ്പന്നത നമ്മളെപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക. കാരണം അവൻ പറയുമ്പം അതിനർത്ഥം അവൻ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കണം എന്നല്ല, എങ്കിലും നമ്മൾ അവരോട് ഈ ഒരു സമ്പന്നത എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറയാറ്, നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിലൊക്കെ നാറാത്തൊക്കെ പൈസക്കാരൊക്കെ പറയാറ് നമുക്ക് ഇഷ്ടമാണെങ്കിലും നമ്മളെ നാട്ടിൽ നമ്മളുടെ വലിയ ആൾക്കാരൊക്കെ പറയാറുണ്ട്, ആ ഓനെങ്ങനെയാ പൈസയാക്കിയത് നമുക്കറിയാം,
ശരിക്കും അയാൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പൈസ ആക്കിയിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ പലപ്പോഴും പൈസ ആക്കിയവരെ കാണുമ്പോഴും നമ്മളൊരു കുശുമ്പോടൊക്കെ കാണാറ്. നമ്മൾ പറയാറ് ഓൻ പൈസ ആക്കിയത് വേറെ എന്തെങ്കിലും വഴിയിലൂടെയാണ്, അയാൾ വേറെ ഒരു വഴിയിലൂടെ ആയിരിക്കില്ല, അയാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും പൈസ ആക്കിയിട്ടുണ്ടാവുക. പക്ഷെ നമുക്കതെന്തോ സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്, പണക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. പണത്തെ നമ്മൾ പറയും സമ്പന്നനാകണം, പണമാകണം, പക്ഷെ നമ്മൾ അതേ വായു കൊണ്ട് തന്നെ നമ്മൾ പറയും പൈസ ആയാലും ഒരു പൈസ ഇല്ല, പൈസക്കാരനായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മോശം കൂട്ടുകെട്ടുകൾ വരും അല്ലെ, മോശം സുഹൃത്തുക്കൾ വരും, അങ്ങനെയൊക്കെ പറയുകയും ചെയ്യും. അപ്പൊ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? പണത്തെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കണം, പ്രണയിക്കാൻ പഠിക്കണം എന്നാണ് ആദ്യം പറയാം. കാരണം പണത്തെ ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം, പണം നമ്മളെ മോശമാക്കും അല്ലെങ്കിൽ പണം ഉള്ളത് കൊണ്ടാണ് ഞാൻ മോശമായി പോയത് എന്ന് പറയുന്നതിന് പകരം പൈസ ഉള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ഏതാണ്ട് ഒരു വർഷമായി തോന്നുന്നു നമ്മളുടെ മുതുകാടിൻ്റെ അടുക്ക യൂസഫ് അലി വന്നിട്ട് 1 കോടി രൂപ കൊടുത്തു, പിന്നെ ആ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ വർഷത്തിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു പൈസ തരും എന്നും പറഞ്ഞു. യൂസഫ് അലിക്ക് പൈസ ഉള്ളത് കൊണ്ടല്ലേ സഹായിക്കാൻ പറ്റിയത്. അല്ലാണ്ട് പൈസ ഇല്ലാത്ത ഒരാൾക്ക് പോയിട്ട് ഇത്രയും ഭിന്നശേഷിക്കാരായ കുട്ടികളെ സഹായിക്കണമെങ്കിൽ, സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായേ പറ്റൂ. അപ്പോൾ പൈസയെ കുറ്റം പറയുന്നതിന് പകരം നമ്മൾ സമൂഹത്തോട്, നമ്മളെ കുട്ടികളോട് നമ്മൾ പറയാം പൈസ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്, നമ്മൾ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത് നമ്മൾ പറയാം. അതിനൊരുപാട് എനിക്ക് തോന്നുന്നു ഈ ഒരു വേദി നിങ്ങളും കുറച്ച് ഇതാണ്, നമ്മൾ ഒരുപാട് നല്ല അഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി കൊടുക്കുക. പണം എന്നിലേക്ക് വരുന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സമ്പന്നതയിലേക്ക് പോകും. അറ്റ്ലീസ്റ്റ് മിനിമം ഞാൻ ചെയ്യാൻ പറഞ്ഞത്, ഈ ഒരു സെഷൻ പൂർണ്ണമായി കേട്ടാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കണം. ജനുവരി 1 മുതലെങ്കിലും അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ചെലവാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് അസറ്റിലേക്കാണോ പോകുന്നത് അല്ലെ ബാധ്യതകളിലേക്കാണോ ഇത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നോക്കുക. പിന്നീട് കഴിയുന്നതും പൈസയെ പറ്റി പോസിറ്റീവായിട്ട് പറയാൻ ശ്രമിക്കുക. ദാരിദ്ര്യത്തെ പറ്റി പറയുന്നതിന് പകരം സമൃദ്ധിയെ പറ്റി നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് പണം വന്നു ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.